40 വർഷം മാധ്യമപ്രവർത്തകനായിരുന്നു. അച്ചടി മാധ്യമരംഗത്തും അതുപോലെ തന്നെ ടെലിവിഷനിലും പ്രവർത്തിച്ച പരിചയമുണ്ട്. പക്ഷേ ഈ കാലം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാതിരുന്ന ഒരു ജേർണലിസം പാഠം, വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം കഴിഞ്ഞ ദിവസം നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയിൽ നിന്ന് ലഭിച്ചു. കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തോട് വളരെയധികം നന്ദിയുമുണ്ട്. ആ പാഠം ഇതാണ്: ഒരു മന്ത്രി, രാഷ്ട്രീയ നേതാവ്, അല്ലെങ്കിൽ സിനിമാ നടൻ, സാഹിത്യകാരൻ, വാർത്താമൂല്യമുള്ള ആരുമായിക്കൊള്ളട്ടെ, അദ്ദേഹം സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ കാണുന്നെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ചോദിക്കാവൂ. എങ്ങനെയുണ്ട് വീട്ടിൽ, ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കുമൊക്കെ സുഖമാണോ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു എന്നൊക്കെ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ഇനി സെക്രട്ടേറിയറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഡൽഹിയിലെ മന്ത്രിയുടെ ഓഫീസിൽ നിന്നോ പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ കണ്ടു. അപ്പോൾ ചോദിക്കാം ഭരണത്തെക്കുറിച്ച്, എന്താണ് പുതിയ പരിപാടികൾ, എന്തൊക്കെയാണ് കേരളത്തിന് വേണ്ടി നടപ്പാക്കാൻ പോകുന്ന പ്രൊജക്റ്റുകൾ എന്നൊക്കെ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ഇനി അദ്ദേഹം തൃശ്ശൂരിലെ രാമനിലയത്തിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ചോദിക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബാത്റൂമിൽ വെള്ളമുണ്ടോ? ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയ ഇഡ്ഡലിയുടെ കൂടെ ചമ്മന്തി ആയിരുന്നോ അതോ സാമ്പാറായിരുന്നോ എന്ന് ചോദിക്കാം. ചിലപ്പോൾ വിശുദ്ധ ഏവുപ്രാസ്യമ്മയുടെ ശവകുടീരത്തിൽ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരുമ്പോഴാണ് നമുക്ക് ഈ മേപ്പടിയാനെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ എന്ത് ചോദിക്കണം? അതായത് വിശുദ്ധിയോടെ എന്താണ് പ്രാർത്ഥിച്ചത് എന്ന് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ഇനി പാർട്ടി ഓഫീസിൽ നിന്നാണെങ്കിൽ പാർട്ടിയെക്കുറിച്ച് ചോദിക്കാം, രാഷ്ട്രീയത്തെക്കുറിച്ച് ചോദിക്കാം, രാഷ്ട്രീയ രംഗത്തെ പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തോട് ആരായാം. അതിനൊന്നും യാതൊരു കുഴപ്പവുമില്ല. ഇനി അമ്മയുടെ ഓഫീസിൽ നിന്നാണ് ഇറങ്ങി വരുന്നതെങ്കിൽ അമ്മയെപ്പറ്റി ചോദിക്കാം. ഈ ദിവസങ്ങളിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളൊക്കെ ഉണ്ടല്ലോ, ചില സിനിമാ താരങ്ങൾക്കെതിരായിട്ട് വന്നിരിക്കുന്ന ആരോപണങ്ങൾ, അതൊക്കെ ചോദിക്കാം. അത് അമ്മയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മാത്രം. അല്ലാതെ തോന്നുമ്പോൾ തോന്നുന്നിടത്ത് വെച്ച് തോന്നുന്ന ചോദ്യങ്ങൾ ചോദിക്കരുത്. ഇനി അങ്ങനെയെങ്ങാൻ ചോദിച്ചാൽ വാഴിമാറട മുണ്ടക്കൽ ശേഖര എന്ന് പറയും, അല്ലെങ്കിൽ എൻ്റെ വഴി എൻ്റെ അവകാശം എന്ന് ആക്രോശിക്കും. എന്നിട്ടും വഴിയിൽ കയറി നിൽക്കുകയാണെങ്കിൽ ക്യാമറാമാനെയും റിപ്പോർട്ടറെയും പിടിച്ച് തള്ളുകയും ചെയ്യും. തൃശ്ശൂരിൽ നമ്മുടെ സുരേഷ് ഗോപിയുടെ ഈ സൂപ്പർ സ്റ്റാർ ചമയൽ ലോകം മുഴുവൻ കണ്ടു കേട്ടോ, തൃപ്തിയായി. അതുപോലെ തന്നെ തൃശ്ശൂരുകാരും കണ്ടു. അവരൊക്കെ തൃശ്ശൂർ പൂരത്തിൻ്റെ വെട്ടിക്കെട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സന്തോഷത്തോടും ഹരത്തോടും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ കലാപരിപാടികൾ കണ്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ ചില്ലറ സംശയങ്ങൾ അവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ലോകമെമ്പാടും ഇത് കണ്ട ആളുകൾക്ക് അങ്ങനെയുള്ള തോന്നലുകൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതാ, ഇദ്ദേഹം ആരാ? ഇദ്ദേഹം മന്ത്രിയാണോ, MP ആണോ, രാഷ്ട്രീയ പ്രവർത്തകനാണോ, അതും BJP ആണോ, അതോ സിനിമാ നടനാണോ? സംശയമാണ്. അതൊക്കെ ഇക്കൂട്ടർക്കുണ്ടായി. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ഈ പെർഫോമൻസ് വേറെയും ചില സംശയങ്ങൾ അദ്ദേഹത്തെ കണ്ട നാട്ടുകാർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ആരോടാ കൂറ്? അദ്ദേഹത്തിന് നരേന്ദ്രമോദിയോടാണോ, അമിത്ഷായോടാണോ, BJP എന്ന് പറയുന്ന പാർട്ടിയോടാണോ, അതോ ഇപ്പോൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ആരോപണ വിധേയനായി നിൽക്കുന്ന MLA കൂടിയായ ചലച്ചിത്ര നടൻ മുകേഷിനോടാണോ, അതോ മുകേഷിനെ സംരക്ഷിക്കുന്ന CPM-നോടാണോ, LDF സർക്കാരിനോടാണോ? നരേന്ദ്രമോദിജി 2 തവണ തൃശ്ശൂരിൽ വന്നതാ സുരേഷ് ഗോപിക്ക് വേണ്ടി. ആദ്യം വന്നത് മകളുടെ കല്യാണത്തിനാണ്, പിന്നീട് വോട്ട് ചോദിക്കാൻ. അതുപോലെ അമിത്ഷാ സുരേഷ് ഗോപിയുടെ ഡൽഹിയിലെ ഗോഡ് ഫാദർ ആണെന്നാണ് അറിയപ്പെടുന്നത്. അതുമാത്രമല്ല, ഈ BJPയുടെ സംസ്ഥാന നേതൃത്വം ഉണ്ടല്ലോ, അവർക്ക് സുരേഷ് ഗോപിയുടെ അത്ര പഥ്യമില്ല. അവർ പറയുന്ന കുശുമ്പിനും കുന്നായ്മയ്ക്കുമൊക്കെ ഡൽഹിയിൽ തടയിടുന്നത് ഇവരൊക്കെ കൂടെ ചേർന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്നത്, ഈ കൂറിനെ പറ്റി.
അദ്ദേഹത്തിൻ്റെ പൊതുരംഗത്തെ ഈ പ്രകടനങ്ങൾ കാണുമ്പോൾ നമുക്കൊക്കെ തോന്നുന്നത് ചോറവിടെയും കൂറ ഇവിടെയും എന്നാണ്. കേരളത്തിലെ BJP നേതൃത്വത്തോട് ഒരു കാര്യം പറയാനുണ്ട്. അത് നിങ്ങൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല കേട്ടോ. കേന്ദ്രം വിചാരിക്കണം, അവിടെ പറയണം, അവിടെ പറഞ്ഞ് ചെയ്യിക്കണം. അതായത് ഈ അനുരാഗ് താക്കൂർ, നമ്മുടെ ലോക്സഭാ MP, രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് അദ്ദേഹത്തിൻ്റെ ജാതി ചോദിച്ച ആ വിദ്വാൻ, അദ്ദേഹത്തെയും അതുപോലെ ഈ അസം മുഖ്യമന്ത്രിയില്ലേ ഹിമന്ത വിശ്വ ശർമ്മ, അദ്ദേഹത്തെയും കൊണ്ട് നമ്മുടെ സുരേഷ് ഗോപിക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കണം. അവർ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കൗൺസിലർമാരായതുകൊണ്ടല്ല ആ പേരുകൾ സജസ്റ്റ് ചെയ്യുന്നത്. കൂറിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ BJPയിൽ അവരെ മറികടക്കാൻ മറ്റാരും ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ സുരേഷ് ഗോപിയുടനെ ഇപ്പോഴും പഴയ ഈ ഭരത് ചന്ദ്രൻ IPS ആണെന്ന ഭാവത്തിലാണ് നടപ്പ്. അതിൽ നിന്ന് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ഈ മാധ്യമ പ്രവർത്തകർക്കും മറ്റും എതിരായിട്ടുള്ള പ്രകടനങ്ങൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ ഈ കൗൺസിലിംഗ് വഴി ഭരത് ചന്ദ്രനിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണം. നല്ല കൂറുള്ള ഒരു BJP നേതാവായി അദ്ദേഹത്തെ മാനസാന്തരപ്പെടുത്തി എടുക്കണം. ചെറുപ്പത്തിലെ ഈ ശാഖയിലൊന്നും പോകാത്തതിൻ്റെ ചില ചില്ലറ കുഴപ്പങ്ങളുണ്ട്, ചില കേടുപാടുകളുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി പുതുക്കിയെടുക്കണം. അതിനാണ് ഈ കൗൺസിലിംഗ് വേണ്ടത്. അല്ലെങ്കിൽ മുകേഷ് രാജിവെക്കണം, തൂക്കിക്കൊല്ലണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രവർത്തകന്മാർ പന്തംകൊളുത്തി പ്രകടനമായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ആരടാ മുകേഷ് രാജിവെക്കണമെന്ന് പറഞ്ഞത്? ആർക്കാടാ മുകേഷിൻ്റെ രാജി വേണ്ടത്? ഏതെങ്കിലും കോടതി മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ടോ? അദ്ദേഹം രാജിവെക്കേണ്ട കാര്യമില്ല എന്ന അട്ടഹാസവുമായി ഭരത്ചന്ദ്രൻ ഇങ്ങോട്ട് വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ പ്രകടനമായി പോയ പ്രവർത്തകന്മാരുണ്ടല്ലോ, ഏതെങ്കിലും കരിങ്കിൻ്റെ കീഴിൽ കുടിക്കേണ്ടി വരും. വേറെ ചില പൊട്ടന്മാർ ചില ന്യായങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് സുരേഷ് ഗോപി 20% മാത്രമേ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ആയിട്ടുള്ളൂ എന്ന്. അപ്പോൾ 20% BJP ആയ ഒരാളിനെ നിങ്ങൾ MP-യും മന്ത്രിയുമൊക്കെ ആക്കുമോ എന്ന് അയലത്തെ പെണ്ണുങ്ങൾ കുളക്കടവിൽ കളിയാക്കി പാടും. നിങ്ങളെ നിർബന്ധിച്ചാൽ കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ വഴങ്ങുമെന്നാണ് എൻ്റെ ഒരിത്. കാരണം അവരും പൊറുതി മുട്ടിയിരിക്കുക. ഈ സിനിമയിൽ അഭിനയിക്കാനുള്ള അനുവാദം ചോദിച്ചുകൊണ്ട് സുരേഷ് ഗോപി അമിത്ഷായെ പോയി കണ്ടെന്നും അദ്ദേഹമാവട്ടെ അത് സംബന്ധിച്ച ഫയൽ വലിച്ചെറിഞ്ഞെന്നും മറ്റുമുള്ള അരമന രഹസ്യങ്ങൾ സുരേഷ് ഗോപി അങ്ങാടിപ്പട്ടാക്കിയതിൽ അവർ വല്ലാതെ ദേഷ്യപ്പെട്ടിരിക്കുക. അതുപോലെ തന്നെ ഈ മന്ത്രിസ്ഥാനം, അതുവഴി കൊടുത്ത അംഗീകാരം, അതിനൊക്കെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് മന്ത്രിസ്ഥാനം പോയാൽ ഞാൻ വളരെ സന്തോഷമായിട്ട് തിരിച്ചു വന്ന് സിനിമയിൽ അഭിനയിക്കും എന്ന് പറഞ്ഞതും അസാരം നാണക്കേട് കേന്ദ്ര നേതൃത്വത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് ബലം പിടിച്ചാൽ അവരിക്കാര്യത്തിൽ ഇടപെടുമെന്നാണ് തോന്നുന്നത്. ഒടുവിൽ സുരേഷ് ഗോപിയോട് വിനയപൂർവ്വം ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട്. ഈ തീറ്റ എന്ന് പറയുന്നത് അത്ര മോശപ്പെട്ട കാര്യമൊന്നുമില്ല. അതിനുവേണ്ടിയാണ് താങ്കളും മാധ്യമപ്രവർത്തകരും വെയിലത്തും മഴയത്തും രാത്രിയും പകലും വിയർത്തും വിശന്നും ഈ പണിക്ക് ഇറങ്ങുന്നത്. വാർത്ത അത് ഞങ്ങളെ സംബന്ധിച്ചോളം ഭക്ഷണം തന്നെയാണ്, ഞങ്ങളുടെ ഉപജീവന മാർഗം തന്നെയാണ്. മാധ്യമപ്രവർത്തകരാരും വാർത്ത ഉണ്ടാക്കുന്നതല്ല. ഈ അടുത്ത ദിവസങ്ങളിൽ എന്താണ് സംഭവിച്ചത് താങ്കളും കാണുന്നതാണല്ലോ. ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നു. അതിൽ സിനിമാ രംഗത്തെ പലരെപ്പറ്റിയും പരാതികളുണ്ടായിരുന്നു. അതിന്മേൽ കമ്മിറ്റിയുടെ നിഗമനങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ചില ഭാഗങ്ങൾ പുറത്തു വന്നപ്പോൾ ആ റിപ്പോർട്ട് 4-4.5 കൊല്ലം സർക്കാർ പൂഴ്ത്തി വെച്ചു. പല വമ്പന്മാരുടെയും പേരുകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ഈ റിപ്പോർട്ട് ഇതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വെട്ടി നീക്കിയ രീതിയിൽ പുറത്തു വന്നപ്പോൾ ചില ആളുകൾ പരാതികൾ പരസ്യമായിട്ട് ഉന്നയിച്ചു. ചില പ്രമുഖരെ പ്രതിക്കൂട്ടിൽ നിർത്തി. അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതിനെന്താ തെറ്റ്? അത് റിപ്പോർട്ട് ചെയ്യരുതെന്നാണോ താങ്കളെപ്പോലെയുള്ള ഒരാൾ പറയുന്നത്? അത് വായനക്കാരുടെ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുക എന്നത് മാധ്യമപ്രവർത്തകരുടെ ഉത്തരവാദിത്തമാണ്.
ആ ഉത്തരവാദിത്വമാണ് അവർ നിർവഹിച്ചത്. അല്ലാതെ ഈ വക ആരോപണങ്ങൾ മാധ്യമ സൃഷ്ടിയാണെന്ന് പറയരുത്. സിനിമാ രംഗത്തെ കൊള്ളരുതായ്മകൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ വന്നതും സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾ തുറന്ന് ഉന്നയിച്ചതുമാണ്. അതാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അത്തരം വാർത്തകൾ ഇനിയും റിപ്പോർട്ട് ചെയ്യും. അതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ബന്ധപ്പെട്ടവരോട് ചോദിക്കും. താങ്കൾ സിനിമാ നടൻ കൂടിയായ ഒരു കേന്ദ്രമന്ത്രിയാണ്. മറ്റ് നടന്മാരെക്കാൾ ജനങ്ങളോട് കൂടുതൽ ഉത്തരവാദിത്വം ഉള്ള ആളാണ്. അതുകൊണ്ട് താങ്കളോടും ചോദിക്കും. പൊന്നുതമ്പുരാന് നല്ല മനസ്സുണ്ടെങ്കിൽ അതിന് മറുപടി പറഞ്ഞാൽ മതി. നമ്മുടെ സുരേഷ് ഗോപിയുടെ ഈ തട്ടിക്കേറലുണ്ടല്ലോ, അത് കണ്ടും കേട്ടും നിശബ്ദമായി ഭയഭക്തി ബഹുമാനത്തോടുകൂടി ക്ഷമാപൂർവം നിന്ന മാധ്യമ പ്രവർത്തകരെ ഓർക്കുമ്പോൾ വലിയ അഭിമാനം തോന്നുന്നുണ്ട്. അവരാരെങ്കിലും സുരേഷ് ഗോപിയോട് അവരുടെ അവകാശത്തെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞതായി കേട്ടില്ല. അദ്ദേഹം എൻ്റെ വഴി എൻ്റെ അവകാശം എന്ന് പറഞ്ഞല്ലോ. ഇത് റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് ആരും പറഞ്ഞതായി കേട്ടില്ല. അതാണ് എന്നെ അഭിമാന പുളകിതനാക്കുന്നത്. വെൽ ഡൺ.